ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. മോദിയുടെ വിരുന്നിൽ പ്രേമചന്ദ്രൻ പങ്കെടുത്താൽ എന്താണെന്നാണ് കെ സുധാകരനും കെ മുരളീധരനും ചോദിക്കുന്നത്. BJP സംഘപരിവാർ സംഘടനയല്ലെന്ന് വിചിത്രമായ വിശദീകരണമാണ് NK പ്രേമചന്ദ്രൻ നൽകുന്നത്. BJP പാളയത്തിലേക്കുള്ള വരിയിൽ കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും ഊഴം കാത്തു നിൽക്കുന്നവർ ഇനിയും ആരൊക്കെയുണ്ടാകും? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ, ഇടത് നിരീക്ഷകൻ. ഞാൻ ആദ്യം അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോൾ അന്നത്തെ വിരുന്നിനെക്കുറിച്ച് ഇനിയിപ്പോൾ RSP നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞത് അത് സാങ്കേതികമായി കണ്ടാൽ മതി എന്ന നിലയിലാണ്. കോൺഗ്രസ് നേതാക്കളും ഈ പറഞ്ഞ വിധം പൂർണ്ണ പിന്തുണയോടെ അതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ആ വിരുന്നിനെക്കുറിച്ച് പ്രേമചന്ദ്രൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ അതേക്കുറിച്ച് നടത്തിയ വിശദീകരണങ്ങളിൽ അദ്ദേഹം വിശദമാക്കിയ ചില രാഷ്ട്രീയ പരാമർശങ്ങളുണ്ട്. അതിൻ്റെ ആഴം, പരപ്പ്, അതിലൂടെ പ്രേമചന്ദ്രനെ മലയാളിക്ക് കുറേ കൂടി മനസ്സിലാകും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം വെളിവാക്കുകയാണോ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, BJP ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് വരെ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വിരുന്നിനെയാണ് പറഞ്ഞത് അത് സാങ്കേതികമായി കണ്ടാൽ മതിയെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ പലതും താങ്കളുടെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ ഉണ്ടാകാം. പല അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ പരിശോധിച്ചാൽ പ്രേമചന്ദ്രനെ കുറേ കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയത്തെ അദ്ദേഹം തന്നെ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണോ? കേരളത്തിൽ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഐക്യജനാധിപത്യ മുന്നണി വളരെ ബോധപൂർവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഊന്നലുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രത്യേകത, എല്ലാ എതിർപ്പുകളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, എല്ലാ എതിർപ്പുകളും സർക്കാരിനെതിരെ, എല്ലാ എതിർപ്പുകളും വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. യാതൊരു തരത്തിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുകയും അതേപോലെ തന്നെ ഭരണഘടന അട്ടിമറിക്കുകയും പാർലമെൻ്ററി ജനാധിപത്യത്തെ നോക്കുകുത്തുകാക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുകയും രാജ്യ ചരിത്രത്തിൽ ഒരു ദശകം നീണ്ട ഭരണത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളെയും കുഴിച്ചുമൂടുകയും ചെയ്ത ഒരു ഭരണത്തെക്കുറിച്ച് ആളുകളുടെ മുമ്പിൽ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉണ്ടാവാതിരിക്കത്തക്ക വിധം എല്ലാ ആക്രമണങ്ങളും പിണറായി സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന അജണ്ടയിലാണ് കേരളത്തിലെ വലതുപക്ഷം UDF അവരുടെ രാഷ്ട്രീയം സെറ്റ് ചെയ്തിരിക്കുന്നത്. കെ സുധാകരൻ എന്ന് പറയുന്ന BJP-യുടെ KPCCയുടെ പ്രസിഡൻറ്റ് ഞാൻ RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിന് പിന്നിൽ നാക്കുപിഴയല്ല. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വാദത്തിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസും BJP-യും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം, ഇടതുപക്ഷ ജനാധിപത്യത്തിനെ എതിർക്കണം. അതിന് തക്കവണ്ണം എന്തെല്ലാമാണോ പൊതു ഉണ്ടാക്കേണ്ടത് ആ പൊതുവായതുണ്ടാക്കലാണ് അവരുടെ ദൗത്യം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആക്രമോത്സുകമായ സംഘപരിവാറിൻ്റെ കടന്നാക്രമണങ്ങളിൽ ഏറ്റവും അവസാനം വരെ എത്തി നിൽക്കുന്ന സന്ദർഭം എന്താണ്? ലോകസഭയിലൊരവസരമുണ്ടായിരുന്നു. അത് ശ്രീ NK പ്രേമചന്ദ്രന് കിട്ടിയ അവസരമാണ്. അയോധ്യ ചർച്ചയാണ്. അയോധ്യ ചർച്ചയിൽ CPM വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അതൊരു സുപ്രീം കോടതിയുടെ വിധിയുടെ തുടർച്ചയായി നടന്നൊരു സാധാരണ നടപടി മാത്രമാണ്. അത് പ്രധാനമന്ത്രി അത് പ്രത്യേകമായി ഏറ്റെടുത്ത് കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് CPM-ന് വ്യക്തതക്കുറവുണ്ടായില്ല. മുസ്ലിം ലീഗും അവരുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. NK പ്രേമചന്ദ്രൻ ഇന്ന് രാത്രി പറഞ്ഞത് RSPയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ നിലപാട് നമുക്കറിയാം. കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയെ സ്തുതിക്കുന്ന പ്രമേയത്തിന് താളമടിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സംഘപരിവാരവും കേരളത്തിലെ UDF-ഉം തമ്മിൽ അകലമില്ല എന്ന രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ സുധാകരൻ മുതൽ പ്രേമേന്ദ്രൻ വരെയുള്ളവർ ശ്രമിച്ചു. ആ ശ്രമിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് UDF-ൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ BJP-യുടെ രാഷ്ട്രീയത്തിനൊത്ത് അനുയാത്ര ചെയ്യാൻ സാധ്യമാകാത്ത വിധം കേരള സമൂഹത്തിൻ്റെ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർന്നു വന്നത്.
ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകരുമ്പോൾ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കേരളം ഇന്ത്യ രാജ്യത്ത് ജ്വലിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF ചെന്നുവിട്ടൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ ഭാഗമായി ഞങ്ങൾക്ക് സംഘപരിവാരവുമായി അകലമുണ്ട് എന്ന് അഭിനയിക്കാൻ കുറേ പേരെങ്കിലും നിർബന്ധിതമായി. പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്താണ്? ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ MPയെ പ്രധാനമന്ത്രി ക്യാൻറ്റീനിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ കുറ്റമാണോ? പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനാണ് മോദി വിളിക്കുന്നത്? ആരാണ് നരേന്ദ്രമോദി? 143 MPമാർ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. NK പ്രേമചന്ദ്രൻ പോയി ആ കാര്യമാണോ സംസാരിച്ചത്? ഈ 5 കൊല്ലക്കാലം പാർലമെൻറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല. അതാണോ സംസാരിച്ചത്? തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിക്കെതിരായി ആസാമിലടക്കം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ മുമ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ മസ്ജിദ് തകർക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി വർഗീയ കലാപത്തിൽ 4 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തിനാണ് നരേന്ദ്രമോദി പ്രേമചന്ദ്രനെ വിളിക്കുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് 5 കൊല്ലക്കാലം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ 10 കൊല്ലക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണോ ആ പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു ദിവ്യൻ, മാന്യൻ, പ്രതിപക്ഷത്തോട് നീതി കാണിക്കുന്നവൻ എന്നൊരു പരിവേഷം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ ചെയ്തത്? ആ ഭക്ഷണം സമൃദ്ധമായി കഴിച്ച ശേഷം അതിൻ്റെ തികട്ടലിൽ പറയുന്ന കാര്യം എന്താണ്? മോദിയെ വാഴ്ത്തുകയാണ്. അങ്ങനെ മോദി വാഴ്ത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല ആളുകളും മോദിയുടെ പിന്നാലെയും BJPയുടെ പിന്നാലെയും പോയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുകൊണ്ടൊരു UDFൻ്റെ MP മോദിയെ വാഴ്ത്തുകയാണ്. NK പ്രേമചന്ദ്രനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ നമുക്കറിയുമല്ലോ. സോളാർ സമരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായും UDFനെതിരായും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലെ സംസാരിച്ച മറ്റൊരാളുണ്ടാവില്ല. ഏറ്റവും മാതൃകാപരമായി സംസാര ശേഷിയുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഒരേ ഒരു സീറ്റ്, ഒരു ലോകസഭാ സീറ്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയത്തെ മറുകണ്ഠം ചാടിച്ച ആളാണ്. തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് മുഞ്ഞുകുത്തിച്ചതാണ്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയമാണ് പ്രേമചന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത്. RSPയിൽ അവശേഷിക്കുന്ന കുറച്ചു പേർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം പറയുന്നു ഞാൻ നായരാണ്. എനിക്കതാണ് തീരെ മനസ്സിലാകാത്തത്. നായർ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം BJPയിലേക്ക് പോകുമെന്ന് പ്രതികരണം ഉണ്ടാക്കുന്നു. അങ്ങനൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയാണ് BJP കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? BJP ഇന്ത്യ രാജ്യത്ത് എല്ലാവരെയും വല വിളിച്ചുകൊണ്ട് ആ വലയിൽ ചാടാൻ നടക്കുന്നവരിൽ കോൺഗ്രസിൻ്റെ മഹാനേതാക്കന്മാരുണ്ട്. ആ വലയിൽ ചാടാൻ നിൽക്കുന്നവരിൽ പലരുമുണ്ട്. മാത്രമല്ല ഈ BJP അധികാരത്തിൽ വന്ന ശേഷം 446 പേരെയാണ് കൈമാറിയിരിക്കുന്നത്, കാലുമാറ്റിയിരിക്കുന്നത്. എത്രയോ പേരെ ഇവർ കാലുമാറ്റി. ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കാലുമാറ്റത്തിൻ്റെ അവസരമാണ്. ഈ BJPയുടെ രാഷ്ട്രീയം 10 കൊല്ലം പാർലമെൻറ്റ് നിന്നിട്ടും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൻ്റെ കൗടില്യം പ്രേമചന്ദ്രന് മനസ്സിലായിട്ടില്ലെങ്കിൽ, പ്രേമചന്ദ്രൻ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പാർലമെൻറ്റിൽ ഇനി പോകാൻ പ്രേമചന്ദ്രന് അവകാശമില്ല. 10 കൊല്ലമായിട്ട് എനിക്ക് മോദിയെ മനസ്സിലായില്ല. അതല്ല, ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം മോദിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിന് ആ മോദിയെ ആവശ്യമില്ല, ആ മോദി സ്തുതിയും ആവശ്യമില്ല. ആ രാഷ്ട്രീയമാണ് കേരളം തിരിച്ചറിയുന്നത്. റൈറ്റ്. മോദി സ്തുതിപാഠകനായി മാറിയ NK പ്രേമചന്ദ്രൻ എന്നുള്ളതാണ്. അതിൻ്റെ നിരവധി വിശദാംശങ്ങളിൽ നിന്നുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രൂക്ഷ വിമർശനം, നിരീക്ഷണം ഇവിടെ അവതരിപ്പിച്ചത്. ഈ ചർച്ചയിലേക്ക് ഇപ്പോൾ അനിൽ ബോസ് എത്തുന്നുണ്ട്, ഡോക്ടർ പ്രേംകുമാറുണ്ട്, ഇടത് നിരീക്ഷകൻ. ശ്രീ അനിൽ ബോസ്, ഈ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ BJP ഒരു സംഘ് പരിവാർ സംഘടനയല്ല എന്ന് കരുതുന്നയാളാണോ താങ്കൾ? ഇപ്പം എന്താണ് ശരത്തിൻ്റെ വെർഷൻ? അതുകൊള്ളാം. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചപ്പോൾ നിലവിൽ NK പ്രേമചന്ദ്രൻ MP അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് തിരിച്ചും ചോദിക്കാമല്ലോ. ഞാൻ ചോദിക്കുന്നത് NK പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ പോയി പ്രധാനമന്ത്രിക്കൊപ്പം കുറച്ചു നേരം ഇരുന്നു, ചായ കുടിച്ചു, അല്ലെ ഭക്ഷണം കഴിച്ചു. അതാണല്ലോ ഇപ്പം നിങ്ങൾ അദ്ദേഹത്തെ സംഗീതം ചാർത്താൻ വേണ്ടി. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു BJP ഒരു ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ. താങ്കൾക്ക് അതിനോട് യോജിപ്പാണോ? ഇതേ ഉള്ളൂ എൻ്റെ ചോദ്യം. ഞാൻ ആ വിരുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പരിശോധിക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് BJP സംഘപരിവാർ ശക്തിയാണ് എന്ന അഭിപ്രായമുള്ളയാളാണ്.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ പറയാൻ കഴിയില്ല. കാരണം ഞാൻ നിരവധി പാർട്ടി ശ്രീ അനിൽകുമാർ, താങ്കൾ അത് കേട്ടിരുന്നു? അതിനിടയിലാണ് ഞാൻ ഈ ചർച്ച. അതെ, അത് ക്ലിയർ ചെയ്ത് പോകണമല്ലോ, കാരണം അല്ലെങ്കിൽ ഞാനൊരു സംശയത്തിന്റെ നിഴലിൽ അനിൽ ബോസിനെ കൊണ്ടുവരേണ്ടി വരും. ശ്രീ അനിൽകുമാർ അത് കേട്ടിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡ് വരാം, അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. പറയട്ടെ. അവസരമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞത് ഈ പോയിന്റ് ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ MP പറഞ്ഞൊരു വാചകമാണ് ബഹുമാനപ്പെട്ട ശരത്ത് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് സംഘപരിവാർ എന്ന സംഘടന അതിൻ്റെ ഭാഗമല്ല BJP. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെറ്റായ കാര്യമല്ല ബഹുമാനപ്പെട്ട ശരത്ത് പറയുന്നത്. അങ്ങനെ പറഞ്ഞു എന്ന് വീഡിയോ ലഭ്യമാണ്. ഒരു മിനിറ്റ്, പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. എൻ്റെ ശരത്തെ ശ്രീ പ്രേംകുമാർ അത് കേട്ടോ, അതോ തെറ്റാണോ? പ്രേമേന്ദ്രൻ അങ്ങനെ സംപ്രേഷണം ചെയ്ത് ഞാനൊന്ന് കേൾക്കട്ടെ. അല്ല, ഞാൻ കേട്ടില്ല. എന്നാലൊരു കാര്യം ചെയ്യും, NK പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞ വീഡിയോ നിങ്ങൾ സംപ്രേഷണം ചെയ്യും, എന്നിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് പോവാം. കേട്ടോ, അല്ലെങ്കിൽ പറ, നിങ്ങൾ സംപ്രേഷണം ചെയ്യും, ഞാനിവിടെ ഒന്ന് കേൾക്കട്ടെ. കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് നിങ്ങൾ കിടന്ന് ബഹളം വെക്കേണ്ടെന്നേ, നിങ്ങൾ കിടന്ന് ബഹളം വെക്കേണ്ടെന്ന് ജനം കാണട്ടെ. NK പ്രേമേന്ദ്രന്റെ സംപ്രേഷണം ചെയ്യും, ഞാനിവിടെ കാണട്ടെ. ഞാൻ കണ്ടില്ല. സംസാരിക്കുകയാണ്. എന്റെ പ്രേംകുമാറെ ചുമ്മാ സഭ്യത കാണിക്കുക. ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടത്തില്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടത്തില്ല. ഞാനിവിടെ പറഞ്ഞത് ഞാൻ കേൾക്കാം. അല്ലല്ല, ശ്രീ പ്രേംകുമാർ പൂർത്തിയാക്കൂ. അല്ല, ഇരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. പിന്നെ നിങ്ങൾ കിടന്നു പറയേണ്ട ആവശ്യമില്ല, കിടന്നിട്ടില്ല, എല്ലാവരും ഇരിക്കുകയാണ്. റൈറ്റ്. ഇനി വിഷയത്തിലേക്ക്. പ്രേമചന്ദ്രൻ അങ്ങനെ പറഞ്ഞോ? BJP ഒരു സംഘ്പരിവാർ സംഘടനയല്ല എന്ന നിലയിൽ കേരളമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പൊതു അന്തരീക്ഷമുണ്ട്. ശ്രീ പ്രേംകുമാർ അത് ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ കൂടി അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, ഞാൻ ഇന്നലെ റിപ്പോർട്ടർ TVയിലെ ചർച്ചയിൽ, നികേഷുമായിട്ടുള്ള ചർച്ചയിൽ പ്രേമേന്ദ്രൻ പറയുന്നത് ലൈവായിട്ട് കേട്ടതാണ്. അതിനുശേഷം സംശയം തീർക്കാൻ വേണ്ടി പിന്നെയും കേട്ടു. ആ ചാനലിൽ മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, സംഘപരിവാർ സംഘടനകളിൽ പെട്ടതല്ല BJP. അത് ബജ്രംഗ് ദളും പിന്നെ ഹനുമാൻ സേനയും ഒക്കെയാണ് സംഘപരിവാർ സംഘടനകളിൽ പെട്ടത്. BJP സംഘപരിവാർ സംഘടനയല്ല. BMS സംഘപരിവാർ സംഘടനയാണ്. അതിന്റെ പരിപാടിക്കാണ് എളമരം കരീം പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അനിൽ ബോസ്, ഇതാണ് സംഭവിച്ചത്. BJP ഒരു സംഘ്പരിവാർ സംഘടനയല്ല എന്ന് അദ്ദേഹം ഈ വിരുന്നിന് ശേഷം അത് വിശദീകരിച്ചു വരവേ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു വെച്ചു. താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതോ നിങ്ങൾ കേട്ടിട്ടുള്ളതോ ഒരു കാര്യം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ വളരെ കൃത്യമായി പറയും. അനിൽ ബോസ്, നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങളെപ്പോലെ തന്നെ പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ അനിൽകുമാർ അത് സൂചിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിരീക്ഷകനായിട്ടുള്ള പ്രേംകുമാർ അത് കണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ ചാനലുകളിൽ എങ്ങനെ എന്ന് വിശദമായി പറയുന്നു. അങ്ങനെ കളവ് പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ ആർക്കും. പിന്നെ താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് നേടാൻ? ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നു? ഇല്ല, അപ്പോ പ്രേംകുമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞാൻ പറയട്ടെ ശരത്തെ, നിങ്ങളൊരു ഔചിത്യം കാണിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങ് സംപ്രേഷണം ചെയ്യും. അത് നല്ല രസം. അതല്ലല്ലോ അതിന്റെ ശരി. ഒരു ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരാളെ വടിയാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലല്ല, രസമല്ല. നിങ്ങളൊരു മര്യാദ കാണിക്കുക ആ കാര്യത്തിൽ. അത് ശരിയല്ലെന്നേ. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ പറയാൻ വന്നത് എന്താ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നിയോഗിച്ച് നിരാകരണ പ്രമേയം BJPക്കെതിരെ അത് ചർച്ചയിലേക്ക് വരാം. താങ്കൾ ഒരു പോയിന്റിൽ ഈ ചർച്ച കൊണ്ടുപോകുന്നു, UDF MP പറയുന്നു BJP ഒരു സംഘപരിവാർ സംഘടനയല്ല. കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള അനിൽ ബോസ് അത് കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഇന്നത്തെ പ്രധാന വാർത്തയാണ് സാറേ. ഈ ചർച്ചയിൽ 2 പ്രതിനിധികൾ അവർ കണ്ടതും കേട്ടതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുമ്പിൽ സവിസ്തരം അവതരിപ്പിച്ചു. അവരെയും താങ്കൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണല്ലോ എത്തി നിൽക്കുന്ന പോയിന്റ്. ഇനി താങ്കൾ പറഞ്ഞ പോലെ ആ ഭാഗം ഒന്ന് കണ്ടുകൊണ്ട് തന്നെ വരാം. അതില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത്രയും നേരം താങ്കളോട് സംസാരിച്ചത്. ആ ഭാഗം ഒന്ന് കാണാം. BMS നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, BJP എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയല്ല. മതി, നിർത്തൂ. ഈ ഒരൊറ്റ വാചകം മതി. അനിൽ ബോസ് കേട്ടല്ലോ.
കേട്ടു കേട്ടു ഇനി എനിക്ക് സംസാരിക്കാവോ? ഉറപ്പായും താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടോ? ഇനി എനിക്ക് സംസാരിക്കാവോ? അതോ അഭിപ്രായം മാർക്സിസ്റ്റ് പാർട്ടിയുടെ താങ്കൾക്കുണ്ടോ? ആളും ഇടതുപക്ഷ സഹയാത്രികനും അവതാരകനും നിങ്ങൾ 3 പേരും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നത് കേട്ട് ഞാൻ ഇവിടെ ഇരിക്കണമോ, അതോ എനിക്ക് അഭിപ്രായം പറയാമോ? ഈ വിശേഷണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അനിൽ ബോസ്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ അത് കേട്ടു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അനിൽ ബോസ് എന്ന കോൺഗ്രസ് നേതാവിനുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ചർച്ചയിൽ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയൂ. ഞാൻ ഈ ചർച്ചയിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ 3 പേരും ഇടപെടുകയാണ്. ഞാൻ വളരെ കൃത്യമായി ചർച്ചയിൽ ഞാൻ പറഞ്ഞു, BJP സംഘപരിവാർ സംഘടനകൾ എന്നുള്ള പ്രയോഗത്തിൽ എൻ്റെ അഭിപ്രായം വളരെ വ്യത്യസ്തമാണ്. NK പ്രേമേന്ദ്രൻ എന്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ അത് സംപ്രേഷണം ചെയ്തു. നമ്മൾ തമ്മിൽ എവിടെയാണ് ഡിസ്പ്യൂട്ട്? എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ ചോദ്യം പറയാം. നമ്മൾ NK പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ BJP ഒരു സംഘപരിവാർ സംഘടനയാണ് എന്ന് അനിൽ ബോസ് കരുതുന്നുണ്ടോ? BJPയും BJP അനുബന്ധ സംഘടനകളും എല്ലാം സംഘപരിവാർ സംഘടനകളായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞ എന്ത് അർത്ഥത്തിലാണെന്നുള്ള അദ്ദേഹത്തോട് നിങ്ങൾ എനിക്ക് അറിയില്ല. ഇനി അനിൽ ബോസിനെയാണ് സാങ്കല്പികമാണ്. അനിൽ ബോസിനെ നാളെ ഇതുപോലെ പ്രധാനമന്ത്രി വിളിച്ചാൽ താങ്കൾ ഒരു കോൺഗ്രസ് MP-യോ UDF MP-യോ ആയി പാർലമെന്റിൽ പോകുന്നുവെന്നിരിക്കട്ടെ, താങ്കളെ ഇതുപോലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ക്ഷണം വന്നാൽ താങ്കൾ പങ്കെടുക്കുമോ? എൻ്റെ അടുത്ത ചോദ്യം. അല്ല, ഞാൻ അവിടെ നിൽക്കട്ടെ, ഞാൻ പാർലമെന്റ് അംഗം ആകട്ടെ, എന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെ അല്ല, ഇതൊക്കെ ഈ കാലത്ത് ഉറപ്പ് മേടിക്കേണ്ട അവസ്ഥയാണ്. പോകുന്നവർ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോൾ നാളെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഞാൻ അതിന് മറുപടി പറയാം. പിണറായി വിജയൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ പണിയൊക്കെ ഞാനും ചിലപ്പോൾ ചെയ്തോന്നിരിക്കും. അനിൽ ബോസിന് എന്താ ഇത്ര മടിയെന്ന് പറയാൻ? നിതിൻ എന്റെ ചോദ്യത്തിന് നേരിട്ട് ആർജവത്തോട് ഒരു മറുപടി പറയാൻ എന്താണ് അനിൽ ബോസിന് മടി? നാളെ സാങ്കല്പികമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സാങ്കല്പികം തന്നെയാണ്. നാളെ ഒരു ക്ഷണം താങ്കളിപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ മുതൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നയാളല്ലേ, കോൺഗ്രസ് നേതാവല്ലേ. നാളെ ഒരു അവസരം വരുന്നു എന്നിരിക്കട്ടെ, നല്ല കാര്യമല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എന്താ വിളി വരുന്നു, അനിൽ ബോസ് ജി ആവോ എന്ന് പറഞ്ഞാൽ നേരെ ക്യാൻറ്റീനിൽ പോകുമോ? ഞാൻ അതിന് സാങ്കല്പികമായി താങ്കൾ ചോദിച്ചതിന് മറുപടി വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ പാർലമെന്റ് അംഗമാകട്ടെ. അങ്ങനെ പാർലമെന്റ് അംഗമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയോ അന്നത്തെ രാജ്യത്തിൻ്റെ മന്ത്രിമാരോ എന്നെ വിളിച്ചൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇന്ന് പിണറായി വിജയൻ എടുക്കുന്നത് പോലെ, നിതിൻ ഗഡ്കരിയെ പിണറായി വിജയൻ വീട്ടിൽ വിളിച്ച് വിരുന്നു കൊടുത്തതുപോലെ അത് രാഷ്ട്രീയ ഔപചാരികതയുടെ പേരിലാണ് എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ മന്ത്രിമാർക്കോ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾക്കോ പോകേണ്ടതായി വന്നാൽ അത് ഔപചാരികതയുടെ പേരിലുള്ള നടപടികളാണെങ്കിൽ അത് പോകും. അത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഔപചാരികതയുടെ പേരിൽ പോയ പ്രേമചന്ദ്രൻ പിന്നീട് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് BJP ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് പറയുമ്പോൾ ഒരു UDF MP ആണ്, കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരാളെ UDF-ന്റെ ലേബലിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക? UDF-ന്റെ MP എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം എടുത്തിട്ടുള്ള ഡിസിഷന്റെ പേരിൽ ആ പാർലമെന്റിനകത്ത് കൃത്യമായി BJP വിരുദ്ധ രാഷ്ട്രീയം, കേന്ദ്ര സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം വളരെ കൃത്യമായി അന്നേ ദിവസം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവതരിപ്പിച്ച നേതാവാണ് NK പ്രേമേന്ദ്രൻ. കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. NK പ്രേമേന്ദ്രനെ അല്ലല്ല, ഞാൻ പറയട്ടെ, ഏത് ചർച്ചയായാലും ഞാൻ പറയുക, നിങ്ങൾക്കുള്ള ചൊറിച്ചിൽ എന്താ? കൊല്ലം പാർലമെന്റിൽ നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള MA ബേബി അടക്കമുള്ള ആളുകളെ ഇറക്കി നിങ്ങൾ പരീക്ഷിച്ചു. നിങ്ങൾ KN ബാലഗോപാലിനെ പോലെ ഒരു ദേശീയ തലത്തിൽ പാർട്ടിയിൽ വിവിധ ചുമതലകൾ വഹിച്ച ആളെ ഇറക്കി നിങ്ങൾ പരിശോധിച്ചു. എന്നിട്ടൊന്നും പരാജയപ്പെടുത്താൻ കഴിയാത്ത NK പ്രേമേന്ദ്രനെ ഇപ്പോൾ മൈനോറിറ്റിക്കിടയിൽ ഒരു അവിശ്വാസം ഉണ്ടാക്കി തോൽപ്പിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തുന്ന ഉപജാപം. ഞാൻ ചോദിക്കുന്നത്, NK പ്രേമേന്ദ്രൻ ചോദിച്ച മറ്റൊരു ചോദ്യം നിങ്ങൾ എന്താ കേട്ടില്ല? എളമരം കരീം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം നിരാകരണ പ്രമേയം അവതരിപ്പിച്ച് രാജ്യസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ BJP-യുടെ അനുബന്ധ സംഘടനയായിട്ടുള്ള BMS-ന്റെ യോഗത്തിൽ പോയ എളമരം കരീമിന്റെ രാഷ്ട്രീയം എന്താ? ശരി, അദ്ദേഹം BJP ആയോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. ഞാൻ ആവർത്തിച്ച് പ്രേമേന്ദ്രന്റെ സംഘപരിവാർ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞു. ആ പരാമർശത്തിന്റെ തുടർച്ചയിൽ വരുന്ന എളമരം കരീമിന്റെ ഭാഗം വളരെ കൃത്യമായി അവതരിപ്പിക്കാനും മറക്കുന്നില്ല. ഞാൻ പ്രേക്ഷകർക്ക് ഈ വൈരുദ്ധ്യം മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അനിൽ ബോസിനെ അത് ഓർമ്മിപ്പിച്ചത്. ശ്രീ അനിൽകുമാർ,
ശ്രീ അല്ല, അനിൽകുമാർ, അത് പറയണ്ടേ? അതായത് അത് അല്ല പറയണ്ടേ? ഞാൻ ആദ്യ പിന്നെ ഭാഗം എന്തിനാ ഇവിടെ കാണാതിരിക്കുകയും അടുത്ത ഭാഗം മാത്രം കേൾക്കുകയും ചെയ്ത താങ്കൾ പറഞ്ഞതിലെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഇവിടെ ശ്രീ അനിൽകുമാർ, താങ്കളുടെ ഊഴത്തിലേക്കാണ്. അല്ല, അത് താങ്കൾ ആദ്യം കാണുന്നതിന് പറഞ്ഞതുപോലെ മുമ്പ് ഞാൻ പ്രതികരിച്ചല്ലോ. കേരളത്തിലെ ഞാൻ ഒരു കാണുന്നതിന് മാർക്സിസ്റ്റ് മുമ്പ് വിരുദ്ധതയുടെ പ്രതികരിച്ചല്ലോ. വരാം അടുത്ത റൗണ്ടിൽ. കേരളത്തിലെ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ ഒരു പ്രശ്നം കേരളത്തിലെ UDF ആകെ നേരിടുന്നു. താങ്കൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്. അതിനെ ഇപ്പോൾ ശ്രീ അനിൽ ബോസ് അവതരിപ്പിച്ചു വെച്ചത് നിങ്ങളുടെ ചൊറിച്ചിൽ എന്ന രീതിയിലാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ കൊല്ലവുമായി ബന്ധപ്പെടുത്തി മാത്രം ഇതിനെ കാണുന്ന നിലയിലേക്ക് അദ്ദേഹം ഇതിനെ പറഞ്ഞു വെക്കുന്നു. രണ്ട്, പാർലമെൻറ്റിലാകെ മോദിക്കെതിരെ ആഞ്ഞടിച്ച നിലയിൽ ശ്രീ പ്രേമചന്ദ്രനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള CPIMൻ്റെ ശ്രമമാണിത്. ഈ നിലയിൽ പോവുകയാണ് അവരുടെ ഡിഫൻസ്, UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഡിഫൻസ്. നമ്മൾ ഈ രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ അതിന് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. ചൊറിച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാടിന് തക്കവണ്ണം നമുക്ക് സംസാരിക്കാം. അങ്ങനെ പറയുമ്പോഴാണ് BMSൻ്റെ ഒരു സമ്മേളനം നടക്കുന്നു. CI2ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ പ്രസംഗിക്കാൻ വിളിച്ചു. CI2 സംസ്ഥാന സെക്രട്ടറി അവിടെ പോയിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. എളമരം കരീം അവിടെ പോയി എന്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. എളമരം കരീം അവിടെ പോയി പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് ഈ മോദി സർക്കാർ ലേബർ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ തൊഴിലാളിയെ ദ്രോഹിക്കുന്നത്. ആ പോരാട്ടത്തിൽ BMS സഹകരിക്കുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനല്ല ഉത്തരം പറയേണ്ടത്. BMS സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് എന്താ ഉത്തരവില്ലാത്തത്? ആ ചോദ്യം BMSൻ്റെ മുന്നിൽ പോയി ചോദിക്കുമ്പോൾ തൊഴിലാളിയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തൊഴിലാളിയോടാണ്. എളമരം കരീമിൻ്റെ സംഭാഷണം തൊഴിലാളികളോടാണ് അദ്ദേഹം സംഭാഷണം നടത്തുന്നത്. അതിനുശേഷം BMS കൊള്ളാവുന്നൊരു സംഘടനയാണ്. BMS എന്ന് പറയുന്നൊരു സംഘപരിവാർ സംഘടനയല്ല. അവർ തൊഴിലാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ മിടുക്കന്മാരാണ് എന്നാണോ എളമരം കരീം സർട്ടിഫിക്കറ്റ് കൊടുത്തത്? നിങ്ങൾ കൂടി ഞങ്ങളുടെ ദേശീയ സമരത്തിൽ വരണം, ഇതല്ലേ എളമരം കരീം പറഞ്ഞത്? തൊട്ടപ്പുറത്ത് തന്നെ R ചന്ദ്രശേഖരൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇതിന് R ചന്ദ്രശേഖരനെ വിട്ടത്? R ചന്ദ്രശേഖരൻ BMSൻ്റെ സമ്മേളനത്തിൽ പോയത് എന്തുകൊണ്ട് വിമർശന വിധേയമല്ല? അതിന് കാരണം എന്താണ്? R ചന്ദ്രശേഖരൻ നിലപാടിന് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം, തൊഴിലാളികളുടെ ഐക്യം മാത്രമല്ല, BMSൽ നിൽക്കുന്ന തൊഴിലാളിയുടെ മനസ്സിലേക്കും CI2ഉം INTUCയും മുന്നോട്ട് വെക്കുന്ന ആശയം കൊണ്ടുപോവുക എന്ന ചുമതല നിർവഹിക്കാൻ പോയ നേതാക്കളാണവർ. അതിനുശേഷം അവർ BMSനെ പ്രകീർത്തിച്ചെങ്കിൽ നിങ്ങൾ ഉത്തരം പറയൂ. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് സാധൂകരണം കൊടുത്തോ CI2ഉം INTUCയും BMSൻ്റെ തെറ്റായ പ്രവർത്തനത്തിന്? അവരെ കൂടെ സമരത്തിലേക്ക് ക്ഷണിച്ചു. അതേസമയം ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ എന്താ ചെയ്തത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണെന്ന് അദ്ദേഹം കണ്ടു. മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല പ്രധാനമന്ത്രി. അപ്പം നമ്മളെന്താ വിചാരിച്ചത്? ഗുജറാത്ത് വംശകത്തിനടുത്തൊരു നരേന്ദ്രമോദിയാണ് നമുക്ക് പരിചയം. ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന് ജനങ്ങളെ വിഭജിച്ച മതത്തെ ഭരണഘടനയ്ക്കകത്തൊരു വിഷയമാക്കി മാറ്റിയൊരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഏറ്റവും അവസാനം എന്താ, അങ്ങ് ഉത്തരാഖണ്ഡിൽ മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന അജണ്ട നടപ്പാക്കുന്നു. അദ്ദേഹം അദാനിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം അധ്വാനിച്ചത്. അദാനിയായിരുന്നു ഇത്ര നാളും വിളിച്ചത്. പാർലമെൻറ്റ് സമ്മേളനം തീരുന്നതിൻ്റെ തലേ ദിവസം ഒരു പ്രത്യേകമായ കൂട്ടം BSP ഉണ്ട്, മറ്റേ തൊട്ടപ്പുറത്തുള്ള BJD ഉണ്ട്, പിന്നെ തെലുങ്ക് ദേശത്തിൻ്റെ പാർട്ടിക്കാരുണ്ട്. ഇങ്ങനെ 3-4 MPമാരെ വിളിക്കുക. എന്നാൽ കേരളത്തിൽ നിന്നും നല്ലൊരു MPയെ വിളിച്ചു. കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെയാണ് പാർലമെൻറ്റ് ഏറ്റവും നല്ല നിലയ്ക്ക് അവാർഡ് കിട്ടിയ MPമാരുണ്ടല്ലോ കോൺഗ്രസിൽ തന്നെ. ജോൺ ബ്രിട്ടാസിനെ വിളിക്കണ്ട. നരേന്ദ്രമോദിക്കെതിരായി ചോദ്യങ്ങൾ ഉയർത്തിയ ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ രാമനല്ല, ഞങ്ങളുടെ രാമൻ. ഇത് പറയാൻ തൻ്റെ ഇടം കാണിച്ചവർ പാർലമെൻറ്റിലുണ്ട്. ഈ തൻ്റെ ഇടം ഈ NK പ്രേമചന്ദ്രൻ ഒരു തവണ കാണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഒരു ജനങ്ങൾക്കും തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബഹുമാനപ്പെട്ട ശരത്തിൻ്റെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ കൂടി ഇട്ട് തന്നു. എന്താ വെച്ചാൽ അതുകൂടെ നോക്കണം. എന്താണെന്നറിയാമോ? പാർലമെൻറ്റിൽ എന്തുകൊണ്ട് ചില സന്ദർഭങ്ങൾ മൗനമാചരിച്ചു. ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ NK പ്രേമചന്ദ്രൻ പറയുകയാണ്, ഞാൻ മൗനമായിരുന്നിട്ടുണ്ട്. എന്ത് മൗനം? തന്ത്രപരമായ മൗനം. BJP യുദ്ധത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ചു എന്ന ഉത്തരം കൂടി പറയണം. ശരി, നമ്മുടെ ഈ ചർച്ചയിലേക്ക് അതുകൂടി കൊണ്ടുവരാം. അത് ഇതിനോടകം തന്നെ ഇന്നത്തെ വാർത്തകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീ അനിൽ ബോസ് കണ്ടാലും ഇല്ലെങ്കിലും
ഇവിടെ ഒരു പ്രധാന കാര്യം, ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്കാണ്. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. INTUCയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള, സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ചന്ദ്രശേഖരനെ ഇന്ന് ഷിബു ബേബി ജോൺ ഈ പ്രേമേന്ദ്രനെ വിമർശിച്ചതിൻ്റെ പേരിൽ കോമാളി എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു കോൺഗ്രസ് നേതാവിനെ ഷിബു ബേബി ജോൺ വിശേഷിപ്പിച്ചത് സർക്കസിലെ കോമാളിയെ പോലെ എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഇന്ന് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുമ്പോൾ, ശ്രീ പ്രേംകുമാർ, അന്ന് വിരുന്നിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ്റേതായിട്ടുള്ള MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം നൽകി. സ്വാഭാവികമായി അതിന് ശക്തമായ വിമർശനം ഉയരും. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ ബോധ്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ്. പക്ഷേ അവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ അദ്ദേഹം വീണ്ടും അതിന് രാഷ്ട്രീയ വിശദീകരണവുമായി ഇറങ്ങുമ്പോൾ അതിൽ വെളിവാകുന്നത് ഒരു വല്ലാത്ത വെളുപ്പിക്കലാണോ, ഒരു വല്ലാത്ത തരം മെഴുകലാണോ? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ചർച്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് പറയുന്നത്, പിന്നെ ഒന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, BJP സംഘപരിവാർ സംഘടനയല്ല എന്നുള്ള NK പ്രേമേന്ദ്രന്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം. MP-യോ MLA-യോ ആയാൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും ഇത്തരത്തിൽ സംഘപരിവാറിന് ക്ഷണം വന്നാൽ എന്നുള്ളത് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ എന്ത് ചെയ്യുന്നോ അതുപോലെ ഞാൻ ചെയ്യുമെന്ന്, K സുധാകരൻ എന്ത് ചെയ്യുന്നോ അതുപോലെ ഞാൻ ചെയ്യുമെന്നല്ല അഡ്വക്കേറ്റ് ആനന്ദ ബോസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അത്രയെങ്കിലും സന്തോഷം. ഇനി അതായത് നമ്മൾ ഈ പ്രസന്റ് ചെയ്യപ്പെടുന്നത് പോലെ NK പ്രേമേന്ദ്രൻ പറയുന്നത് പോലെ, അതായത് പാർലമെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിൽ എത്തിയതിനു ശേഷം എന്നാ വാ ക്യാൻറ്റീനിൽ പോവാ ഊണ് കഴിക്കാന്ന് വിളിച്ചു. അവിടെ പോയി ഇരുന്നു, എല്ലാവരും ഇരിക്കുമ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സംഗതി അല്ലല്ലോ. ഇത് കംപ്ലീറ്റ് പ്രീ പ്ലാൻഡ് ആണ്, പ്രീ ഷെഡ്യൂൾഡ് ആണ്. കാരണം പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ആളുകളെ അങ്ങനെയേ വിളിക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ NK പ്രേമേന്ദ്രനെ PMO-യിലേക്ക് വിളിക്കുന്നു. അവിടെ നിന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറയുമ്പം അഥവാ പ്രേമേന്ദ്രൻ പറയുന്നു എന്ന് കരുതുക, ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിക്കപ്പെടും. അതുകൊണ്ട് പ്രേമേന്ദ്രന്റെ അടക്കം പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇംഗ്ലീഷിൽ വളരെ ഫേമസ് ആയ ഒരു ചൊല്ലുണ്ട്, ദർ ഇസ് നത്തിങ് ലൈക്ക് ഫ്രീ ലഞ്ച് എന്നുള്ളത്. വെറുതെ ഒരാൾക്കും ഉച്ചഭക്ഷണം കൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ടാവും. ആ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് NK പ്രേമേന്ദ്രൻ. തനിക്കൊരാൾ ഫ്രീ ലഞ്ച് തരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിരിക്കും അഭിമാനികളായ ആളുകൾ, അഭിമാനികളായ രാഷ്ട്രീയ പ്രവർത്തകർ. ആ ഇസ്തിരിയിട്ട വടിവത്ത വാക്കുകളിലൂടെ സഖാവ് NK പ്രേമേന്ദ്രൻ പറയുന്നത് താൻ ഇപ്പോഴും വർഗ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് തനിക്കൊരാൾ ഊണ് തരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം, അറിഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും വിഷയം. പ്രധാനമന്ത്രി ആവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഭക്ഷണത്തിനോ എന്ത് പാർട്ടിക്കോ വിളിച്ചാൽ പോകുന്നത് നല്ലത് തന്നെയെന്ന് വിചാരിക്കുന്നു. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് NK പ്രേമേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഇഫ്താർ വിരുന്ന് നടത്തിയ പിണറായി വിജയൻ RSS-കാരെയും BJP-കാരെയും വിളിച്ചു എന്നാണ്. RSS-കാരെയും BJP-കാരെയും വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് പോവട്ടെ, ഇഫ്താർ വിരുന്ന് എന്നാ പറയുന്നത്. ഓണസദ്യ എന്നല്ല, ക്രിസ്മസ് സദ്യ എന്നല്ല, പുതുവത്സര സദ്യ എന്നൊന്നുമല്ല. ഇഫ്താർ വിരുന്ന് എന്നാ പ്രേമേന്ദ്രൻ പറയുന്നത്. അതിൽ നിന്നാണ്, ആ വാക്കിൽ നിന്നാണ് നമ്മൾ അടുത്ത അപകടം മണക്കുന്നത്. അതിനേക്കാൾ ഭീകരമായ കമന്റ് ഞാനത് എഴുതേണ്ടേ കഴിഞ്ഞ ഇതായിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, ഒരു UDF-കാരൻ തെളിച്ച് ഇതുവരെ പറയാത്ത, ഒരു BJP-കാരനും പറയാത്ത ന്യായമാണ് BJP എന്നുള്ളത് സംഘപരിവാർ സംഘടനയല്ല എന്ന്. BJP അല്ലല്ലോ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്, നരേന്ദ്രമോദി അല്ലേ? നരേന്ദ്രമോദി RSS ആണോ BJP ആണോ? ഈ കാര്യത്തിൽ പ്രേമേന്ദ്രൻ എന്താ പറയാ? ഇദ്ദേഹത്തിന്റെ റൂള് പ്രകാരം RSS സംഘപരിവാർ സംഘടനയാണ്, ബജ്രംഗ് ദൾ ആണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് BJP ആണോ RSS ആണോ? ഇതിനെന്താണ് മറുപടി? BJP-യുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല. കോൺഗ്രസ് പിന്നെ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. CPM-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ കൂടെ വേദി പങ്കിടാൻ മഹാമോശം, പക്ഷെ BJP ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ആനന്ദ ബോസ് പറഞ്ഞ പോലുള്ള ഡയലോഗ് അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അവർ ചാടി വീണ് ന്യായീകരിക്കുകയാണ്. അതായത് NK പ്രേമേന്ദ്രനെ പോലുള്ള 2-3 ആളുകളെ, കൃത്യമായ സാധ്യതകളുള്ള 2-3 ആളുകളെ മാത്രം വിളിച്ചിട്ട് ആ ഇവന്റ് അതിഗംഭീരമായിട്ട് മോഡിയുടെ PR സ്ട്രാറ്റജിയിലൂടെ ലോകം മുഴുവൻ വിതരണം ചെയ്തതിന് ശേഷം വളരെ ഇന്നസെന്റ് ആയിട്ട്, ഒന്നും മനസ്സിലാവാത്തതുപോലെ
ഒന്നും മനസ്സിലാവാത്തതുപോലെ കേരളത്തെ കോൺഗ്രസ്സുകാർ ചാടി വീണ് എന്താണ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ, ഈ ചോദ്യം കേട്ടായിരിക്കും ക്യാൻറ്റീനിൽ അല്ലാതെ പിന്നെ ലൈബ്രറിയിലോ വാഷ്റൂമിലോ ഇരുന്നിട്ടാണോ ഉച്ചഭക്ഷണം കഴിക്കുക? ഉച്ചഭക്ഷണം കഴിക്കുക ക്യാൻറ്റീനിൽ തന്നെയല്ലേ? ക്യാൻറ്റീനിൽ എന്നുള്ളതല്ല, അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണ്, ഏത് സമയത്താണ് ഇത് ചെയ്തത്, ഈ ഇവന്റ് എങ്ങനെയാണ് മോദി മീഡിയ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഒന്നും മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ അനിൽകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം അത്രയും ഇന്നസെന്റ് ആണെങ്കിൽ ഇനി രാഷ്ട്രീയം പറയാനോ പാർലമെന്റിൽ പോകാനോ ഇദ്ദേഹം എലിജിബിൾ അല്ല. ഇനി BJP സംഘപരിവാർ സംഘടന അല്ല എന്നാണ് ബോധ്യമെങ്കിലും അദ്ദേഹം അതിന് യോഗ്യനല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെയാണ് പ്രശ്നം. കാരണം UDF അവരുടെ MP മാർക്ക് മാർക്കിടുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രഗത്ഭനായ UDF MP മാരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായിട്ടാണ് പ്രേമചന്ദ്രനെ ആ പാർട്ടിക്കകത്തെ കക്ഷി വ്യത്യാസമില്ലാതെ UDF പൊതുവിൽ വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നേരത്തെ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചല്ലേ, പ്രധാനമന്ത്രിയുടെയൊക്കെ ഓരോ മിനിറ്റും വളരെയധികം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അല്ലാതെ വളരെ സാന്ദർഭികമായ ഒരു ക്ഷണം വന്നു എന്ന നിലയിലേക്കൊക്കെ വിശ്വസിക്കാൻ കൂടെ ആളെ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇക്കാര്യത്തിൽ. മാത്രമല്ല അദ്ദേഹം ചോദിച്ച പോലെ ചോദ്യങ്ങൾ ബാക്കിയാണ്. അങ്ങനെ ഒരു ക്ഷണം വന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ അറിയിച്ചിരുന്നോ? UDF-ന്റെ സഹപ്രവർത്തകരായിട്ടുള്ള MP മാരോട് പറഞ്ഞിരുന്നോ? അവരുമായി കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ എല്ലാം അനുമതിയോടെയാണോ? എങ്കിൽ പ്രേമേന്ദ്രൻ ധൈര്യമായി പോകൂ, ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ. ശ്രീ K മുരളീധരൻ പറഞ്ഞ പോലെ അവരുടെ കൂടി വേദന കൂടി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന കൂടി പേറിയാണോ പ്രേമചന്ദ്രൻ ഈ വിരുന്നിന് പോയത്? ഇതൊക്കെ പറയേണ്ടത് അദ്ദേഹമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് പറയണം. മുന്നണിയുടെ അനുമതി വാങ്ങിയാണ് അദ്ദേഹം പോയത് എന്ന നിലയിൽ പറയേണ്ടതായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത്ര തന്നെ ദുരൂഹത ഇതിൽ പല കാര്യങ്ങളിൽ നിൽക്കുന്നു. ഇവിടെ അനിൽ ബോസ്, ഇതിൽ നേരത്തെ അനിൽകുമാർ ആ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്ത RSP നേതാവായിട്ടുള്ള പ്രേമേന്ദ്രനൊപ്പം ഇരുന്ന ചില പാർട്ടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവരിൽ പലരും പല ഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാരിന് ഈ 10 വർഷത്തിനിടയിൽ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാണ്. വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ചില തീരുമാനങ്ങൾ, നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ, മൗനം പാലിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒപ്പം നിന്നതിൻ്റെയൊക്കെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വിളിക്കുമ്പോഴാണ് RSP നേതാവായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ശ്രീ പ്രേമചന്ദ്രൻ MP-യെയും വിളിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനും ഒക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അല്ലെങ്കിൽ പ്രശ്നമല്ല, അതിലെ ഗൗരവമായ ഒരു കാര്യം അതാണ്, ചർച്ചയ്ക്ക് ആധാരമായി വരുന്നത് അതാണ്. അദ്ദേഹത്തിൻ്റെ ഈ അസോസിയേഷനെ അദ്ദേഹം തന്നെ ശരിവെക്കുന്നുണ്ടെന്നേ. നമ്മൾ എത്രമാത്രം മാറി നിന്ന് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം തന്നെ പറയുന്ന നേരത്തെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചൊരു പ്രശ്നം, ഇതൊക്കെ ഇന്നും ഇന്നലെ വന്ന ചർച്ചകളിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇത് ആരുടെയും സംഭാവനയല്ല. വളരെ ചെറിയ 2 വാചകങ്ങൾ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഒന്ന് കണ്ടുകൊണ്ട് ശ്രീ പ്രേമചന്ദ്രൻ ഇതിന് ശേഷം പറഞ്ഞ ഒരു വാചകം കൂടി. ചില ഘട്ടങ്ങളിൽ ഒരുപക്ഷെ നിശബ്ദത പാലിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നിശബ്ദത പാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. കണ്ട, നിശബ്ദത പാലിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ചില ഘട്ടങ്ങളിൽ നിശബ്ദത പാലിക്കേണ്ടി വരും. ആ പാലിച്ചതിനെ പറ്റി പറയുന്ന നിലയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങനെ ഒരു സവിശേഷമായ പ്രശ്നം ഇതിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുറേ ആളുകളെങ്കിലും അദ്ദേഹത്തെ വല്ലാതെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച് കൂടുതൽ അപകടങ്ങളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഇരട്ടത്താപ്പ് ആ നേതാക്കളുടെ ആകെ വാക്കുകളിലും വാചകങ്ങളിലും പ്രകടമായ ആളുകൾക്ക് ഇന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ശ്രീ അനിൽ ബോസ്, 2019-ലും 2021-ലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു ഔപചാരികതകളുമില്ലാതെ BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വെറുതെ കൂടിക്കാഴ്ച നടത്തുകയല്ല ചെയ്തത്. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിനെയും ഒഴിവാക്കിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് MP-യുടെ അകമ്പടിയോടുകൂടി, വേറെ ആരുമില്ല, മന്ത്രിയും, ഇവരടച്ചിട്ട മുറിയിൽ മണിക്കൂറുകൾ സംവദിച്ചു എന്ന് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ എന്ന് പറഞ്ഞ ഇതാണ്, ഡൽഹി കോൺഫിഡൻഷ്യൽ കോക്കനട്ട് ഓഫർ എന്ന പേരിലാണ്. അതിനത് വളരെ കൃത്യമായി, ആസ് വിജയൻ ആൻഡ് ഹിസ് ടീം അറൈവ്ഡ്, ഗഡ്കരി ആസ്ക്ഡ് ദ ഒഫീഷ്യൽ ഫ്രം ബോത്ത് സൈഡ്സ് ടു ലീവ് ഹിം, the CM and CPM രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് alone in his room. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടാണ്. നിതിൻ ഗഡ്കരിയെ പോലെ BJP-യുടെ ദേശീയ പ്രസിഡന്റുമായി എന്ത് കച്ചവടമാണ് അടച്ചിട്ട മുറിയിൽ മുഴുവൻ സ്റ്റാഫിനെയും ഒഴിവാക്കിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ നടത്തിയത്? നിങ്ങൾ വ്യക്തമാക്കുന്നേ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരാണെങ്കിലും പാർലമെൻറ്റ് അംഗങ്ങളാണെങ്കിലും അവർക്കൊക്കെ പ്രധാനമന്ത്രിയുമായിട്ടോ മറ്റു മന്ത്രിമാരുമായിട്ടോ കൂടിക്കാഴ്ച നടത്തേണ്ടതായിട്ട് വരും.
അവർ കാണും, ഒരുപക്ഷെ ഒരുമിച്ച് ചായ കുടിച്ചു എന്ന് വരും. പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായി അറിയേണ്ടത് പാർലമെൻ്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ നിങ്ങൾ എല്ലാ വ്യക്തികളെയും നിങ്ങൾക്ക് അപഹസിക്കാൻ അവസരമുണ്ട്, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സമ്പത്തായിട്ടുള്ള, സമ്പത്തെന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ സമ്പത്ത് എം പിയെ പോലെയല്ല, അതിനപ്പുറം അറിവ് കൊണ്ടും ഒരു എൻസൈക്ലോപീഡിയ എന്നുള്ള നിലയിൽ പാർലമെൻ്ററി ചട്ടത്തെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. ഇന്ത്യൻ പാർലമെൻറ്റിൽ എണ്ണപ്പെട്ട 4 or 5 പേരിലൊരാളാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. സ്പീക്കേഴ്സ് പാനലിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെറുതായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾക്ക് മുഴുവൻ അംഗങ്ങളും കാത് നൽകാറുണ്ട്, സാഹൂതം അത് കേൾക്കാറുണ്ട്. അവിടെയാണ് രാഷ്ട്രീയമായ മൗനം പാലിക്കുന്ന തന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അനിൽ ബോസ് കേട്ടില്ലേ? അല്ല, നിങ്ങൾ ശരത്തെ ഏതെങ്കിലും ഒരു വീഡിയോയിലെ അറ്റവും മൂലയും ഉത്തരവാദിത്തമില്ലാത്ത വർത്തമാനമാണത്. അദ്ദേഹമല്ലേ പറഞ്ഞത്? ഇതിനകത്തൊരു പ്രശ്നമുണ്ട് അനിൽ ബോസ്. വിരുന്നിൽ തൂങ്ങി നിൽക്കുകയാണ്. വിരുന്നിനെ തൂങ്ങി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാമോ പറയും. ഇതിനുശേഷം അദ്ദേഹം തന്നെയാണ് UDF ഏറ്റവും ഡാമേജ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നത്. അതാണ് ഇന്നത്തെ വാർത്ത. അതേക്കുറിച്ച് സംസാരിക്കാൻ അനിൽ ബോസ് സമയം എടുക്കുന്നില്ല എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. പ്രേമചന്ദ്രൻ UDF അങ്ങേയറ്റം അപകടകരമായ നിലയിൽ അദ്ദേഹത്തിന്റെ സംഘപരിവാർ താല്പര്യത്തെ വെളിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പറഞ്ഞു വെച്ചു. ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം മൗനം പാലിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പാർലമെന്റിലെ ചർച്ചകളിലും മറ്റും എടുത്തിട്ടുള്ള മൗനം എന്ന് പറയുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത് പിണറായി വിജയന് ബാധകമല്ലേ? നിങ്ങൾ എന്തിനാണ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് വിഷയം സംസാരിക്കുമ്പോൾ താരതമ്യങ്ങളാവാം, പക്ഷേ വിഷയത്തിൽ ഊന്നി സംസാരിക്കാൻ കൂടി വേണം. ഇന്നത്തെ വിഷയം നിങ്ങളുടെ വിഷയമല്ല. ഇന്നത്തെ വിഷയം കേരളത്തിന്റെ പ്രധാന വാർത്തകളിൽ ഒന്നാണെന്ന് അനിൽ ബോസിന് താല്പര്യം ഉണ്ടാവില്ല. വിഷയമല്ല കേരളം ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നാണ്. സംശയം എന്താണ്? അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം അല്ലെന്നേ കേരളത്തിന്റെ താല്പര്യം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ വായിച്ചെടുക്കാം. പാർട്ടിയുടെ താല്പര്യവും വാർത്തയും അല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സൗകര്യം ഉണ്ടാവും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ തന്നെ ഒരു MP ആണ് സ്വയം ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്. അല്ലല്ല, അതായത് കെ മുരളീധരനൊക്കെ എന്തുമാത്രം അവസ്ഥയിൽ ചെന്നുപെട്ടു. അദ്ദേഹം പറഞ്ഞില്ലേ, പിണറായിയുടെ ചായ അത് കുടിച്ച് കോൺഗ്രസ് വളരണ്ട എന്ന് പറയുന്ന അദ്ദേഹത്തിന് മോദിയുടെ വിരുന്നിന് പോയ പ്രേമചന്ദ്രനെ ന്യായീകരിക്കേണ്ടി വന്നു. പ്രേമചന്ദ്രന്റെ ആ ന്യായീകരണ വീഡിയോയ്ക്കൊപ്പം തന്നെ മുൻപ് അദ്ദേഹം കേരളത്തിൻ്റെ കാര്യത്തിലെടുത്ത നിലപാട് വീഡിയോയും പുറത്തു വന്നു. ഏത് നിലയിലായി വിശദീകരിക്കാൻ പോയവർ? ഇതാണ് പ്രശ്നം. നിങ്ങളെയാണ് യഥാർത്ഥത്തിൽ ശ്രീ പ്രേമചന്ദ്രൻ വെട്ടിലാക്കിയത്. അതിനാണ് എൻ്റെ ചോദ്യം. ഞങ്ങളെ ആരെയും വെട്ടിലാക്കിയിട്ടില്ല. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിന്നെ മിനറൽ കമ്പനിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും കാര്യങ്ങളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന പ്രേമേന്ദ്രന്റെ വിഷയമല്ല. കേരളം ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലല്ല, അനിൽകുമാറിനെ ഒന്ന് മാറ്റി മേടിച്ചോണ്ട് പോകുന്ന ആളല്ല ഞാൻ. അങ്ങനെ ഒരു ധാരണയും വേണ്ട. ചാനലാണെന്ന് അറിഞ്ഞുകൊണ്ടും നിങ്ങൾ ഇതൊക്കെ കാണിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ വരുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് കേരളം ചർച്ച ചെയ്യുന്നത്. അനിൽ ബോസ് ഇന്ന് കോടതി അതിൽ നിന്ന് വാർത്ത വന്നിട്ടുണ്ട്. അനിൽകുമാർ അല്ല അതിന്റെ വാർത്ത നിങ്ങൾ എന്നെ കൊണ്ട് സംസാരിക്കാൻ എനിക്കതിന് കുഴപ്പമില്ല. നിങ്ങൾ പ്രേമചന്ദ്രനെതിരെ ഞാൻ ചോദിക്കുന്നത്, പ്രേമചന്ദ്രനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പിണറായി വിജയൻ അടച്ചിട്ട മുറിയിൽ പൊതുസമൂഹത്തോട്, കേരള പൊതുസമൂഹത്തോട് പറയണം. പറയട്ടെ, കേൾക്കാം നമുക്ക്. അനിൽകുമാർ, നിതിൻ ഗഡ്കരി BJPയിലെ ഏത് പൊസിഷനിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അമിത്ഷയും നരേന്ദ്രമോദിയും അടക്കമുള്ളവർ കൈകാര്യം ചെയ്യുന്ന ആ കിച്ചൺ പരിപാടിയിൽ ഈ നിതിൻ ഗഡ്കരി ഉണ്ടോ? ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാട് അറിയുന്നവർക്കറിയാം നിതിൻ ഗഡ്കരി എങ്ങനെയാണ് സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത്. പ്രശ്നം എന്താ പറയട്ടെ? നിങ്ങൾ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കും. അദ്ദേഹം പറയട്ടെ, പറഞ്ഞിട്ട് പറയുമ്പോൾ നിങ്ങൾ ക്ലാരിറ്റി വരുത്തിയല്ലോ ശാലം നേരത്തെ. അല്ല, അങ്ങനെ വേണ്ടതേ. ഞാൻ സംസാരിച്ചപ്പോൾ ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചല്ലോ. 2021 വരെ നിതിൻ ഗഡ്കരി BJPയുടെ പ്രസിഡന്റും ഇപ്പോഴും ഞാൻ ക്ലാരിറ്റി വരുത്താന്നേ. നടത്തുമ്പോഴും ഞാൻ പറയട്ടെന്ന്. ഇല്ലല്ല, ഞാൻ പറയട്ടെന്ന്, അത് ജനം കേൾക്കട്ടെന്ന്. 2019-ലും 2021-ലും നിതിൻ ഗഡ്കരി BJPയുടെ പ്രസിഡന്റ് ആയിരുന്നു.
അദ്ദേഹം BJP-യുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്, മന്ത്രി ആയിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് പിണറായി വിജയൻ അടച്ചിട്ട ഓക്കേ, അതാ നേരത്തെ പറഞ്ഞത്. സ്റ്റാഫിനെ ഒഴിവാക്കി കൂടിക്കാഴ്ച അതാണ് മുമ്പേ പറഞ്ഞത്. ഇനി അനിൽകുമാറിന്റെ വിശദീകരണത്തിലേക്ക്. അനിൽകുമാറിന്റെ ഊഴം 2014 BJP-യുടെ പ്രസിഡന്റായിരുന്ന രാജ്നാഥ് സിംഗാണ്. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ് അമിത്ഷാ പ്രസിഡന്റായി. അമിത്ഷാ പ്രസിഡന്റായി കഴിഞ്ഞ് നഡ്ഡ പ്രസിഡന്റായി. ഇതിനിടയ്ക്ക് എവിടെയാണ് നിതിൻ ഗഡ്കരി വന്നത്? നിതിൻ ഗഡ്കരി 2014 മുമ്പ് പ്രസിഡന്റായിരുന്നത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതത്തിൻ്റെ മന്ത്രിയാണ്, ഈ ദേശീയപാതയുടെ ഒക്കെ മന്ത്രിയാണ്. അദ്ദേഹം പ്രസിഡന്റായിരുന്ന അതിന് മുന്നാണ്. ആ ചരിത്രം തന്നെ ആദ്യം നോക്കൂ. 2, ഒരു തവണയല്ല നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത്, 6 തവണ കാണാൻ പോയി. ഒരു തവണയല്ല കാണാൻ പോയത്, 6 തവണ. ഇപ്പോൾ ഒരു മാസം മുമ്പോ 2 മാസം മുമ്പോ കാണാൻ പോയി. ആ ചർച്ചയിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ തീരുമാനം എന്നറിയാമോ? നമ്മുടെ ദേശീയപാതയുടെ കുറച്ചുകൂടി പണിയുന്നതിന് വേണ്ടി സംസ്ഥാന GST വിഹിതം ഒഴിവാക്കി തരാം, ഇവിടുന്ന് ആവശ്യപ്പെട്ട കല്ലും മണ്ണും തരാം തുടങ്ങിയ കുറേ കാര്യങ്ങൾ കേരള സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത പണിയാണേ. ഈ നിതിൻ ഗഡ്കരി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇനി ഈ മുഖ്യമന്ത്രി എൻ്റെ ആഫീസിൽ ഇതിനായി വരാനിടയാക്കരുത്. ഇദ്ദേഹം 6ാമത്തെ തവണയാണ് എൻ്റെ ആഫീസിൽ വരുന്നത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ആഫീസിൽ ചെന്ന് കയറിയത് 6ാമത്തെ തവണയാണ്, ഒരു തവണയല്ല. എന്തിനാണെന്നറിയാമോ? ദേശീയപാത ഉണ്ടാക്കാനാ. നിങ്ങൾ മുടക്കിയിട്ടും നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു പോയിട്ടും ആ ദേശീയപാത ഉണ്ടാക്കാൻ ആ പടികേറി നടന്ന പിണറായി വിജയനെയാണോ നിങ്ങൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് ആക്ഷേപിക്കുന്നത്? ആ ദേശീയപാതയുടെ ഇരുവശവും താമസിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് കിട്ടിയ നഷ്ടപരിഹാരം, ആ ദേശീയപാത വരുമ്പോൾ ഉള്ള നവകേരളത്തിൻ്റെ മാറ്റമൊക്കെ കാണുന്നവർ നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വീകരിക്കും? ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ഒരു പൂതി കണ്ടല്ലോ, മുഖ്യമന്ത്രി അങ്ങ് അറസ്റ്റ് ചെയ്യാം. നിങ്ങളിൽ ആർക്കാ വിശ്വാസം? PC ജോർജും പറയട്ടെ, അങ്ങോട്ട് പിടിച്ചോ. PC ജോർജും മകനോട് പോയി BJP ചേർന്നു. PC ജോർജിൻ്റെ മകൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുക. PC ജോർജിൻ്റെ മകൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് വെച്ചിട്ട് നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആകെ പ്രതീക്ഷ ഇപ്പോൾ ആരിലാണ്? നിർമ്മല സീതാരാമനിലും PC ജോർജിൻ്റെ മകനിലുമാണ്. തൻ്റെ ഇടമുണ്ട്. നിങ്ങൾക്കെന്താ പണി? നിങ്ങളെന്താ കേസ് കൊടുക്കാഞ്ഞത്? PC ജോർജിൻ്റെ മകൻ നിങ്ങളുടെ കയ്യാളാണോ? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യിക്കാനാണ്, പിന്നെ നിങ്ങൾക്ക് ആ കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? കുഴൽനാടനൊക്കെ നടക്കുകയല്ലായിരുന്നോ? എന്താ പ്രശ്നം? പ്രശ്നം ഇത്രേ ഉള്ളൂ. BJP-ക്കാരെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു കടലാസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കടലാസിൽ ഇടതുപക്ഷക്കാരുമുണ്ട്, വലതുപക്ഷക്കാരുമുണ്ട്. ഇടതുപക്ഷക്കാർ കാര്യമായിട്ടില്ല, വലതുപക്ഷക്കാരാണ് കൂടുതൽ. പിന്നെ അമ്പലമുണ്ട്, പള്ളികളുണ്ട്, മാധ്യമങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. 2014 മുതൽ ഉമ്മൻചാണ്ടി ഇവിടുന്ന് പണം കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ട്. ഈ 2014 പ്രത്യേകത എന്താണ്? KSIDC-യിൽ 5.5 കോടി രൂപ ആ KSIDC ഈ കർത്താവിൻ്റെ കമ്പനിക്ക് കൈമാറി ഓഹരി എടുത്ത വർഷമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഉമ്മൻചാണ്ടി അന്ന് മുതൽ അവിടുന്ന് പണം കൈപ്പറ്റിക്കൊണ്ടുപോയെന്ന് BJP-ക്കാരുടെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡ് എഴുതി വച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ ചേർക്കാതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കിൽപ്പെടുത്താതെ, KPCC-യുടെ രേഖപ്പെടുത്താതെ ഉമ്മൻചാണ്ടി കള്ളപ്പണം കടത്തിക്കൊണ്ടുപോയെന്ന് എഴുതി വെച്ച സാധനം എടുത്ത് കേരളത്തിൽ പിണറായി വിജയൻ്റെ തലയിൽ വെച്ച് കെട്ടാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ബുദ്ധി ഏത് ബുദ്ധിയാണ്? നിങ്ങൾ ഏത് സർവകലാശാല പഠിച്ചവരാണ്? RSSൻ്റെ കള്ളക്കമ്മട്ടത്തിലടിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് പിണറായി വിജയൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ നേരെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് കേട്ടോ, രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞങ്ങൾ ആ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എത്ര കോടി? നിങ്ങൾ ഒരു കമ്പനി നിയമപ്രകാരം രൂപ ടാക്സും കൊടുത്ത് രേഖപ്രകാരം നടപ്പാക്കിയതിനെ കുറിച്ച് കണക്ക് പറയാൻ കഴിയും. പറയട്ടെ, അതിന് കണക്ക് പറയാൻ കഴിയും. മാത്രമല്ല, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾ. അതിന് കാരണം എന്താണെന്നറിയോ? ഇൻകം ടാക്സ് ആക്ടിന്റെ 245 വകുപ്പ് എന്നൊരു സാധനമുണ്ട്. അനിൽ ബോസാർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. എന്താ ഇതിനകത്ത് പറയുന്നറിയാമോ? ഈ പറയുന്ന ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഈ കടലാസ് വെച്ചിട്ട് ലോകത്തെ ഒരു കോടതിയിലും ഒരു സ്ഥാപനത്തിലും ഒരു നിയമ നടപടി പറ്റൂലെന്നേ. അതാണ് കർണാടക ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്,
BJP-ക്കാര് കോൺഗ്രസ്സുകാർക്കിട്ടും UDF-കാർക്കിട്ടും ഒക്കെ വെച്ചതിന്റെ കൂട്ടത്തില് ഇടതുപക്ഷത്തിന്റെ തലയിൽ നോക്കി ഞങ്ങളുടെ തന്റെ ഇടത്തോടു കൂടി നീ വേറെ പണിക്ക് പോടാന്ന് BJP-ക്കാരോട് പറഞ്ഞു. അത് പറയാൻ തന്റെ ഇടമില്ലാത്തവർ BJP പറയുന്ന വഴി നടക്കുന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയമല്ലേ? ആ ഒരു വ്യത്യാസമാണ് കേരളത്തിൽ CPM നയിക്കുന്ന LDF-ഉം കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം തമ്മിൽ. ശ്രീ അനിൽകുമാർ പറഞ്ഞു വെക്കുന്ന അവിടെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇവിടെ ഒരു കാര്യം ശ്രീ പ്രേംകുമാർ, അതായത് ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചാൽ രസമാണ്. ഇന്ന് ഏതാണ്ട് ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്ന മട്ടിലേക്കൊക്കെ നിന്നവരുടെ മുമ്പിലേക്ക് യഥാർത്ഥത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇന്നു മുതൽ അടുത്ത ഈ ഹർജിയിൽ വിധി പറയുന്നതുവരെ ഒരു ഫർദർ സ്റ്റെപ്സിലേക്കും തുടർ നടപടിയിലേക്കും പോകരുത് എന്ന് SFIO എന്ന കേന്ദ്ര ഏജൻസിയോട് കർണാടക ഹൈക്കോടതി പറയുന്നതാണ് കണ്ടത്. അത് സാന്ദർഭികമായി പറഞ്ഞു പോകേണ്ടി വന്നതാണ്. കാരണം അനിൽ ബോസ് തന്നെയാണ് അതിന് വഴിയൊരുക്കിയത്. നമ്മുടെ സുഹൃത്ത് അനിലാണ് അതിനൊരു അവസരമൊരുക്കി തന്നത്. ഇന്നിപ്പോൾ പറഞ്ഞു വരുമ്പോൾ രസകരമായൊരു കാര്യം, ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള, രാജ്യത്തെ ഏറ്റവും തലമുതിർന്ന പ്രതിപക്ഷ നേതൃനിരയിലെ ഒരു നേതാവ്, ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന UDF പ്രതിപക്ഷ MP-യെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. NK പ്രേമചന്ദ്രന് പ്രധാനമന്ത്രിയുടെ വിരുന്ന്, അദ്ദേഹം അതിനുശേഷം പറഞ്ഞ വാചകങ്ങളൊക്കെയും രാഷ്ട്രീയമായി വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും UDF-ൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നിൽക്കുന്ന ഒരു ഭാഗം. മറുഭാഗത്ത് കേരളത്തിൻ്റെ ദേശീയ സമരത്തിൽ ദില്ലി ജന്തർ മന്ദറിൽ വന്നു പങ്കെടുത്ത് തിരിച്ച് ജമ്മുവിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളക്ക് ED-യുടെ നോട്ടീസ്. ഏറ്റവും പുതിയ വാർത്തയാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇതാണ് അവസ്ഥ, പൊതുവായ അന്തരീക്ഷം. അവിടെ നിങ്ങളുടെയും നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ശ്രീജിത് ദിവാകരൻ എന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ ഒരു വാചകം, റവല്യൂഷണറി സംഘ് പരിവാർ പ്രേം ഘടകം. ആ റവല്യൂഷണറി സംഘ് പരിവാർ എന്ന് വായിച്ചാലും RSP ആണ്. RSP എന്നുള്ളത് പല രീതിയിൽ ഭയങ്കര സാധ്യതയുള്ള പാർട്ടിയുടെ പേരാണ്. റവല്യൂഷണറി സംഘ പരിവാർ എന്ന് വായിക്കാം. RSSP എന്ന് എഴുതിയാൽ വളരെ പെട്ടെന്ന് കാര്യം നടക്കും, വളരെ പെട്ടെന്ന് കാര്യം നടക്കും. പിന്നെ ഇതെന്താന്ന് വെച്ചാല് ഇവര് വളരെ തീവ്രമായിട്ടുള്ള വളരെ സീരിയസ് ആയ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ വല്ലാണ്ട് ലളിതവൽക്കരിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പക്ഷെ അനിൽ ബോസ്, സോറി ഞാൻ രണ്ടുവട്ടം ആനന്ദ ബോസ് പറഞ്ഞു, ക്ഷമിക്കുക. അനിൽ ബോസ് കുറച്ചുകൂടി സത്യസന്ധതയുള്ള എന്താ പറയാ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ ചർച്ച കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഇൻഡാസ് കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ പോയതിലോ പറഞ്ഞതിലോ ഒരു തെറ്റുമില്ല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരിൽ വ്യത്യസ്തനായിട്ടാണ് BJP സംഘപരിവാർ അല്ല എന്ന് അനിൽ ബോസ് ഇവിടെ പറയുന്നത്. അനിൽ ബോസ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. പാർലമെന്റിൽ ഇടതുപക്ഷ MP ആയിരുന്നപ്പോഴും കോൺഗ്രസിന്റെ UDF-ന്റെ MP ആയിരുന്നപ്പോഴും വളരെ ഗംഭീരമായ പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആളാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം പറയുന്നു, എന്റെ പാർലമെന്ററി പെർഫോമൻസ് കണ്ടിട്ടായിരിക്കാം നരേന്ദ്രമോദി എന്നെ വിളിച്ചതെന്ന്. അവിടെ വരെ ശരി തന്നെയാണ്. എണ്ണപ്പെട്ട MP ആണ് NK പ്രേമചന്ദ്രൻ, എണ്ണപ്പെട്ടതാണ്. എണ്ണിയത് ആരാണെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അത് മോദിയാണോ അമിത്ഷായാണോ അതോ കേരളത്തിലെ ജനങ്ങളാണോ? കേരളത്തിലെ ആളുകൾ ഇപ്പോൾ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിൽ കൃത്യമായി എണ്ണുന്നുണ്ട്. അനിൽ ബോസിനും അറിയാം, കേരളത്തിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ആൾക്കാർക്കും അറിയാം. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, സംഘപരിവാരം എന്നെ പറ്റി, ഈ ഇരിക്കുന്ന പ്രേംകുമാറിനെ പറ്റി ഒരു നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്റെ നിലപാടുകളിലോ എന്റെ അഭിപ്രായത്തിലോ എന്തോ പന്തികേടുണ്ട് എന്ന് തന്നെയാണ്. എന്നെ മാത്രം ഒരു വിരുന്നിന്, ചർച്ചയ്ക്ക് വരുന്ന ആളുകളിൽ എന്നെ മാത്രം ഒരു വിരുന്നിന് RSS-ന്റെയോ BJP-യുടെയോ കേന്ദ്രമന്ത്രിയോ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന്. ഞാൻ ചുമ്മാ ഓടി അവിടെ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് സംഘപരിവാറുകാരൻ BJP-കാരൻ പോലും പറയാത്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് സംഘപരിവാറിനെ വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഞാനൊക്കെ ഈ ചർച്ച, ഈ ബഹളം വന്ന അന്ന് മുതൽ NK പ്രേമചന്ദ്രൻ പറഞ്ഞത് ശരിയാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആളായിരുന്നു. നമ്മൾ ഈ ഒപ്റ്റിമിസം കൂടിപ്പോയത് കൊണ്ട് അങ്ങനെ ആവരുതേ എന്ന്. കാരണം ഒരു കാലത്ത് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ് അദ്ദേഹം. പഞ്ചായത്ത് മെമ്പർ മുതൽ എന്താ പറയാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിലൂടെ MLA-യിലൂടെ അങ്ങ് MP വരെ ഇടതുപക്ഷത്തൂടെ ആളായ ഒരാളാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അപ്പുറത്ത് ചാടിയ കഥ മറന്നാൽ പോലും അങ്ങനെയുള്ള ഒരാൾ സംഘപരിവാരത്തിന് വേണ്ടി സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഓരോ തവണയായിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ ക്രെഡൻഷ്യൽസിനെ കംപ്ലീറ്റ് കളഞ്ഞു കുളിക്കുന്നതാണ്. അത് എന്താ പറയാ, നമ്മുടെ AK ആന്റണിയുടെ മകൻ അനിൽ ജോസ് പറഞ്ഞതുപോലെയോ അബ്ദുള്ളക്കുട്ടി പറഞ്ഞതുപോലെയോ ഒന്നല്ല. ഇദ്ദേഹം ഇത്രയും ക്രെഡൻഷ്യൽ ഉള്ള ഒരാള്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരാള്. നിങ്ങൾക്കറിയാം, കുറെ കാലമായിട്ട് കേരളത്തിലെ സംഘപരിവാർ പറയുന്ന ഒരു കാര്യമാണ്, PC ജോർജ് ഒന്നുമല്ല, അൽഫോൺസ് കണ്ണന്താനവും ഒന്നുമല്ല നമ്മളുടെ ഫോൾഡിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന വലിയ മാസ് എന്താ പറയാ അപ്പീലുള്ള ലീഡേഴ്സ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് വരും എന്നുള്ളത്. ആ ലിസ്റ്റിന്റെ ഒരു തുടക്കമാണോ NK പ്രേമചന്ദ്രൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കളി കേരളത്തിൽ നടക്കില്ല എന്ന്
BJPക്ക് സംഘപരിവാരത്തിന് ദേശീയ രാഷ്ട്രീയത്തിന് മെസ്സേജ് കൊടുക്കേണ്ടത് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് കൊല്ലത്തെ വോട്ടേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത്തരമൊരു നിലപാടെടുക്കുന്ന, അതായത് സംഘപരിവാറിന്റെ രാഷ്ട്രീയം അറിയാനുള്ള ബുദ്ധിയില്ലാതിരിക്കുകയോ BJP സംഘപരിവാരം അല്ല എന്ന് പറയുകയോ ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകരുത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. അതിനെ ചൊറിച്ചിൽ എന്നൊന്നും പറഞ്ഞ് പരാമർശിക്കുന്നതിലോ പരിഹസിക്കുന്നതിലോ കാര്യമില്ല തന്നെ. ശ്രീ അനിൽ ബോസ്, ഈ വിഷയം ഈ പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തതിനും അപ്പുറമാണ് അതിനുശേഷം അതിന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങൾ. അതിൻ്റെ രാഷ്ട്രീയ തലമാണ് ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യമുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ ആ നിലയിൽ വലിയ തോതിൽ വിമർശിക്കുന്നത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. പോട്ടെ, കേരളത്തിൽ UDF-നകത്ത് മുസ്ലിം ലീഗിനെ പോലും വലിയ തോതിൽ വെട്ടിലാക്കുന്ന, ലീഗിനൊന്നും ഒരു പ്ലാറ്റ്ഫോമിലും വളരെ പരസ്യമായി പ്രേമചന്ദ്രനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് വരാൻ പാടില്ലാത്ത പരാമർശങ്ങളല്ലേ പലതും സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇക്കാര്യങ്ങളിൽ കുറേ കൂടി ജാഗ്രത കാട്ടേണ്ടതായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞ കോൺഗ്രസ് MP-മാരുണ്ട്. ഞാൻ അനിൽ ബോസിനോട് ചോദിച്ച പോലെ തന്നെ ഈ സാങ്കല്പിക ചോദ്യം പ്രധാനമന്ത്രി വിളിച്ചാൽ പോകുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് പോകില്ല എന്ന് പറഞ്ഞവരുണ്ട് കേരളത്തിലെ തന്നെ ചില UDF MP-മാർ. അപ്പോൾ യഥാർത്ഥത്തിൽ UDF-ൽ വിശേഷിച്ച് മുസ്ലിം ലീഗിനെ അടക്കം രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടിലേക്ക് പ്രേമചന്ദ്രൻ ഈ നിലയിൽ പോകാമായിരുന്നോ? കുറേ കൂടി ജാഗ്രത അദ്ദേഹം കാട്ടേണ്ടതായിരുന്നോ? ഒരു ജാഗ്രതയും കാണിക്കേണ്ട കാര്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടി കൊട്ടുന്നതിനനുസരിച്ച് തുള്ളാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്യുന്ന എന്താ പറഞ്ഞ പറയൂ മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്യുന്ന നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ആളുകളല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ആളുകളല്ല കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ RSPയുടെ MP അടക്കമുള്ള ആളുകൾ. RSPയെ കുറിച്ച് പല ഡെഫിനിഷനും ഇവിടെ കൊടുത്തു. CPM-നെ കുറിച്ചും ഡെഫിനിഷൻ ഉണ്ട്. അനിൽ ബോസ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചീട്ട് വേണ്ട, പ്രേമേന്ദ്രന്റെ കേരള രാഷ്ട്രീയത്തിൽ CPM-കാരന്റെ ചീട്ട് വേണ്ട. ചോദ്യത്തിനാണ് സാറേ ഉത്തരം വേണ്ടത്. ഒരു കുഴപ്പമില്ല. CPM-കാരന്റെ ചീട്ട് വേണ്ട. CPM എന്നാണോ മറുപടി? പറയാണ് CPM ലീഗും ഹാപ്പിയായോ? ലീഗും പ്രേമചന്ദ്രന്റെ വാചകങ്ങളിൽ ഹാപ്പിയാണോ? ലീഗും പ്രേമചന്ദ്രന്റെ വാചകങ്ങളിൽ ഹാപ്പിയാണോ? ഐക്യ ജനാധിപത്യ മുന്നണി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് NK പ്രേമേന്ദ്രനെ അറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് NK പ്രേമേന്ദ്രനെ അറിയാം. CPM-കാരന്റെ ചീട്ട് വേണ്ട, നിങ്ങളുടെ സാക്ഷ്യപത്രം വേണ്ട. ജനാധിപത്യ ബോധത്തിന് മുസ്ലിം ലീഗ്. എന്റെ ചോദ്യം വേറൊന്നാണ്. ഞങ്ങൾ താങ്കൾ ഇങ്ങനെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഞാൻ അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മുന്നണിക്കകത്ത് മുസ്ലിം ലീഗിന് പൊരുത്തപ്പെടുന്ന രാഷ്ട്രീയമാണ് ആ ഒരു ചോദ്യം മറുപടി വേണ്ടേ? എന്നിട്ട് വിശദീകരണം ആയിക്കോളൂ. ഒരു ചോദ്യം വന്നാൽ അതിനെ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ചർച്ചയുടെ മര്യാദയാണ്. താങ്കൾക്ക് അതിനുശേഷം ഏത് വിശദീകരണവും ആവാം, എനിക്കൊരു പ്രശ്നമില്ല. മുസ്ലിം ലീഗ് പ്രേമേന്ദ്രന്റെ വാദഗതിയോട് യോജിക്കുമോ? ഞാൻ എന്റെ ചോദ്യം ആവർത്തിക്കും. അനിൽ ബോസിനോട് ഞാൻ ആവർത്തിക്കും. മുസ്ലിം ലീഗ് പ്രേമചന്ദ്രന്റെ വാദഗതിയോട് യോജിക്കുമോ? വീണ്ടും ആവർത്തിക്കുന്നു. ശരത്ത് കാണിക്കുന്നത് ശുദ്ധ തോന്നിയാസമാണ്. അത് കൈവച്ചാൽ മതി. ഞാൻ താങ്കളോട് താങ്കളുടെ മുന്നണിയിലെ ഘടകകക്ഷിയെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കും. നിങ്ങളുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഈ യോജിപ്പുണ്ടാകുമോ? അതിന് ബഹളം വെച്ചാൽ മറുപടിയാവില്ല. ശ്രീ പ്രേംകുമാർ, അനിൽ ബോസിന്റെ ഈ അസ്വസ്ഥത പ്രേമചന്ദ്രന്റെ വാചകങ്ങളിലൂടെ കേരളത്തിലെ UDF ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണോ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാര്യം പ്രേംകുമാർ, UDF-ന്റെ ഇപ്പോൾ അനുഭവിക്കുന്ന അസ്വസ്ഥതയാണോ ഈ കാണുന്നത്? അതിന്റെ പ്രതിഫലനമാണോ? ഞാൻ ലീഗിനെ കുറിച്ചാണ് വളരെ വ്യക്തമായ രണ്ട് അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. മുരളീധരൻ പറഞ്ഞത് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും എന്ന് തന്നെയാണ്. എല്ലാ കാലവും മുരളീധരനെതിരെ സംസാരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നിസ്സംശയം പറഞ്ഞു എന്നെ വിളിച്ചാൽ ഞാൻ പോവില്ലായിരുന്നു, പ്രേമചന്ദ്രൻ പോവാൻ പാടില്ലായിരുന്നു എന്നുള്ളത്.
മുസ്ലിം ലീഗ് എന്ത് പറയുന്നില്ല. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് നൊമ്പരം അറിയിക്കും, ഉറപ്പാണ്. പക്ഷെ മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എൻ കെ പ്രേമേന്ദ്രൻ ഊണ് കഴിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. അത് BJP സംഘപരിവാർ സംഘടന അല്ല എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസിനെ പറ്റി അഭിപ്രായം പറയുന്ന പോലെ അനിൽ ബോസിന് UDF-ന്റെ അകത്തുള്ള ലീഗിനെ പറ്റി അഭിപ്രായം പറയില്ല. പറഞ്ഞാൽ അനിൽ ബോസും വിവരം അറിയുന്നതാണ്. അതുകൊണ്ട് ശരത്ത് ദയവിധി ലീഗിന്റെ കാര്യം പറഞ്ഞിട്ട് അനിൽ ബോസിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. കോൺഗ്രസിനകത്ത് പിന്നെ എന്തും പറയാം, അവർക്ക് പറഞ്ഞൊന്നും പറഞ്ഞില്ല എന്ന് കേട്ടില്ല എന്നൊക്കെ വെക്കാം. ലീഗിന് ചെറുതായെങ്കിലും നിലപാടുള്ള കൈരളിയാണെന്ന് അറിഞ്ഞുകൊണ്ടും നിങ്ങൾ ഇതൊക്കെ കാണിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലെന്നേ. നിങ്ങൾ ഏതെങ്കിലും അനിൽ ബോസെ പ്രേമചന്ദ്രനെ വിളിച്ചത് ക്ഷണിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത് കൈരളിയല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അദ്ദേഹം പോയി വിരുന്ന് കഴിഞ്ഞ് പുറത്തു വന്ന് ഏറ്റവും വിവാദപരമായ പരാമർശങ്ങൾ പറഞ്ഞതൊന്നും കൈരളിയോടല്ല. എന്തിനാണ് നിങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നത്? അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ, ഇപ്പോൾ താങ്കൾ നേരിടുന്ന ഒരു അവസ്ഥയുടെ പ്രശ്നമായി കാണാനുള്ള മഹാമനസ്കത എനിക്കുണ്ട്. എന്റെ സുഹൃത്ത് ശ്രീ അനിൽ ബോസിനോട് ഞാൻ നന്നായി ഒരു പരിഭവം അക്കാര്യത്തിൽ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ശ്രീ അനിൽകുമാർ, നേരത്തെ പ്രേംകുമാർ പറഞ്ഞ മുസ്ലിം ലീഗിന് നൊമ്പരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതോ അവരുടെ ഒരു രാഷ്ട്രീയമായ അതൃപ്തി അവരുടേതായ ഇടങ്ങളിലെങ്കിലും അവർ പ്രതിഫലിപ്പിക്കുമോ? എന്ത് പ്രതീക്ഷിക്കണം? ഒരു മുന്നണിയാണല്ലോ, ആ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണ് ലീഗ്. അതിന് ശേഷമാണ് RSP വരുന്നത്. കോൺഗ്രസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രകടമായി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ലീഗ് എന്ത് പറയും, എന്ത് ചിന്തിക്കും, നൊമ്പരപ്പെടുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിലല്ലേ ഇതിനേക്കാൾ ശിഥിലമായി നിൽക്കുന്നത്? കാരണം അയോധ്യ നിർമ്മാണത്തിൽ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന പ്രമേയം അതിൽ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ലീഗ് ഇറങ്ങിപ്പോയി. അല്ല, ഇതിലും ആ പ്രശ്നമുണ്ട്. ഇതിലും ആ പ്രശ്നമുണ്ട്. പ്രേമചന്ദ്രനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് അതിലൊരു രാഷ്ട്രീയമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ തിരുത്തിക്കാനല്ല കോൺഗ്രസ് ശ്രമിച്ചത്. അതിൽ ലീഗിന് അതൃപ്തി ഉണ്ടായിക്കൂടെ? അതെ, അത് കാരണം മുസ്ലിം ലീഗിന് വ്യക്തമായിട്ടുള്ളത് ലീഗല്ലാത്ത UDF-ലെ ഘടകകക്ഷികളെല്ലാം എടുത്തിരിക്കുന്നൊരു ധാരയുണ്ട്. ആ ധാരയുടെ മുഴക്കമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അനിൽ ബോസ് പറഞ്ഞത്. CPM-ൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ ഞങ്ങളില്ല. CPM ആരോടും തുള്ളാൻ പറഞ്ഞില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തൊരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷം അതിനകത്ത് സ്വാധീനമുള്ളവരാണ്. പക്ഷെ ഞങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാത്ത ഒരാൾ നരേന്ദ്രമോദി വിളിച്ചാൽ ആ താളത്തിനൊത്ത് തുള്ളുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾ CPM-ൻ്റെ താളത്തിനൊത്ത് തുള്ളരുത്, കോൺഗ്രസ് അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പക്ഷെ നിങ്ങൾ കോൺഗ്രസിൻ്റെ താളത്തിനൊത്ത് തുള്ളാത്തൊരു MP നരേന്ദ്രമോദിയുടെ താളത്തിനൊത്ത് തുള്ളുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് RSP എവിടെ കൊണ്ടെത്തിക്കും? അതാണ് അടുത്ത ചോദ്യം. പ്രേമചന്ദ്രൻ എന്നൊരു വ്യക്തിയുടെ MP സ്ഥാന മോഹമാണ് RSP എന്നൊരു പാർട്ടിക്ക് കേരള നിയമസഭയിൽ കഴിഞ്ഞ 7.5 കൊല്ലമായി അംഗത്വമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്. അവസാനം അവശേഷിക്കുന്ന ഒരേ ഒരു MP സ്ഥാനമാണ് ഒരു പാർലമെൻറ്റിലോ അസംബ്ലിയിലോ ആയിട്ട് RSPക്ക്. ഈ MP സ്ഥാനമുള്ള പ്രേമേന്ദ്രനെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും RSPയുടെ അവസ്ഥ? ആ പാർട്ടി ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ RSPക്കാർ ചിന്തിക്കണം, ഈ പ്രേമചന്ദ്രനെ ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കണോ? RSPക്ക് ഈ സ്ഥാനാർത്ഥി വേണമോ? ഇനി RSP ഒരു പാർട്ടിയല്ലേ, RSP ഒരു ദേശീയ പാർട്ടിയല്ലേ, അവർ ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്നൊരു പാർട്ടിയല്ലേ. ഇത്തരം ഒരാളെ വേണോ വേണ്ടെന്ന് RSP ആലോചിക്കും. ശരി ശരി. UDF എത്രത്തോളം ആലോചിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതിന് കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളം തിരിച്ചറിയുന്നു എന്താണ് UDF എത്തി നിൽക്കുന്ന പതനം. അതാണ് കേരളം കാണുന്നത്. റൈറ്റ്. വളരെയധികം ഒട്ടും നിസ്സാരമല്ലാത്ത അങ്ങേയറ്റം ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി പ്രേമചന്ദ്രൻ്റെ പ്രധാനമന്ത്രിയുമൊത്തുള്ള വിരുന്നും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സംഘ് പരിവാർ അനുകൂല അല്ലെങ്കിൽ BJP ഒരു സംഘ് പരിവാർ സംഘടനയല്ല എന്നുപോലും പറയുന്ന വിധത്തിലേക്ക് അദ്ദേഹം വല്ലാതെ മാറുന്നതാണ് കണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോയത്.